പൊസസീവ്നെസ് സ്നേഹം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ സംശയരോഗം, ചില മുൻകാല അനുഭവങ്ങളുണ്ട്, ചെറുപ്പത്തിലുണ്ടായ അനുഭവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടായ അനുഭവം കൊണ്ട് ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരുതരം മാനസിക അസുഖമാണ് സംശയരോഗം. ചിലർ പൊസസീവ്നെസ്സിനെയും സംശയരോഗമായിട്ട് കാണാറുണ്ട്, പക്ഷെ അത് സ്നേഹം കൊണ്ടുണ്ടാകുന്നതാണ്. അതിനെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. എല്ലാം ആ ഒരു അസുഖത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നില്ല. പൊസസീവ്നെസ് ഉള്ള ആൾ സ്നേഹിക്കുകയും ചെയ്യും. നന്നായി സ്നേഹിച്ചിട്ടാണ് അയാളുടെ പൊസസീവ്നെസ് കാണിക്കുന്നത്. സംശയരോഗമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും സ്നേഹപ്രകടനം അവിടെ കാണിക്കത്തുമില്ല. അയാൾക്ക് ഭയങ്കര സംശയാലുവായി പാർട്ണറെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയാണത്. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. സംശയരോഗത്തിന് കാരണമെന്ന് പറയുന്നത് ചെറുപ്പത്തിലുണ്ടായ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് പുറത്ത് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പെയിൻ്റെ വോണ്ടാണ് സംശയരോഗമായിട്ട് വരുന്നത്. അതായത് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി ആ കുട്ടീനെ മാതാപിതാക്കൾക്ക് ഒന്ന് പുറത്ത് പോകണം, ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ ബന്ധു വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി. ആ ബന്ധു വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി കുറച്ച് നേരമൊക്കെ ആ കുട്ടിയുടെ കൂടെ ആ മാതാപിതാക്കളായിരുന്നു. ബന്ധുവിൻ്റെ വീടിൻ്റെ പുറയിലത്തെ വാതിലിലൂടെ കുട്ടി കാണാതെ പോയി. കുട്ടിക്ക് ഈ മാതാപിതാക്കൾ പോയി കഴിഞ്ഞാൽ കുട്ടി നോക്കുമ്പോൾ മാതാപിതാക്കളെ കാണുന്നില്ല. അപ്പൊ ആ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞു വിഷമിച്ചു. ആ കുട്ടിയുടെ മനസ്സിലുണ്ടായത്, എന്നെ ഉപേക്ഷിച്ച ആ അച്ഛനും അമ്മയും പോയി, ഇനി അവർ വരത്തില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ടാണ് കിടന്നുറങ്ങിയത്. പിറ്റേന്ന് പേരൻസ് വന്നു. പക്ഷെ ഈ പെയിൻ്റെ വോണ്ട് അവിടെ കിടക്കും. മുതിർന്നു കഴിഞ്ഞാലും ആ പെയിൻ്റെ വോണ്ട് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ചില വ്യക്തികൾക്കാണ് താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ അടുത്തുള്ളവർ നഷ്ടപ്പെട്ടു പോകും, അല്ല അവരെന്നെ ഉപേക്ഷിക്കും എന്ന് തോന്നാനുള്ള കാരണം ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളുടെ വോണ്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പം സംശയരോഗമുള്ള വ്യക്തിയെ നമുക്ക് അയാളുടെ പാസ്റ്റ് ലൈഫിലുണ്ടായ ഇൻസിഡൻറ്റുകളെ എല്ലാം പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്ത് മാറ്റി കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് അതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പല ദാമ്പത്യങ്ങളും ഈ ഒരു കാരണങ്ങളുടെ പേരിലൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അവർക്ക് തക്കതായ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നല്ല കൗൺസിലിങ്ങിലൂടെ അവരെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.